ഹലോ, ക്യൂൻ ഓഫ് ലവിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ട് സന്തോഷിക്കുകയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് നാട്ടിൽ ചെന്നേച്ചിട്ട് തിരിച്ചു പോകുന്നതിൻ്റെ, അതായത് തിരിച്ച് കർണാടകത്തിലോട്ട് വരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞങ്ങളിത് എൻ്റെ തറവാട്ടിലോട്ട്, അതായത് കൊളക്കാട് എന്ന സ്ഥലത്ത്, പേരാവൂർ കൊളക്കാട് ആണ് എൻ്റെ തറവാട്. എൻ്റെ അപ്പച്ചൻ്റെയും മമ്മിയുടെയും വീടും അവിടെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പം അവിടെ ചെന്നിട്ട് വലിയൊരു കാര്യമുണ്ട്. എല്ലാ വർഷവും വരുമ്പം പോകുന്ന ഒരു ഇടമുണ്ട്. നമ്മൾ വേണ്ടപ്പെട്ടവരെല്ലാം അവിടെയാണുള്ളത്. അപ്പം ഞങ്ങൾ അതിനായിട്ട് അങ്ങോട്ട് പോകും, അവരെല്ലാവരും കാണാനായിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പം നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റുന്നവരുണ്ട്, പറ്റാത്തവർ ലൈക്ക് നമുക്ക് മാത്രം സംസാരിക്കാനും തിരിച്ചിങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യാനും പറ്റാത്ത രീതിയിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം പോയി കാണണം. അപ്പം ഞങ്ങളിതേണ്ടേ അങ്ങോട്ട് പോവുകയാണ്. ഇതിപ്പം ഇരിട്ടി ടൗണാണ് കേട്ടോ. അതായത് ഞാൻ ഞങ്ങളുടെ ഹോം ടൗൺ എന്ന് പറയും. ഇതാണ് ഞങ്ങളുടെ ഇരിട്ടി ടൗണ്. പോകുമ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടായിയുടെ പിള്ളേരും ഉണ്ട് കൂടെ. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് യാത്ര കേട്ടോ. കാരണം പിള്ളേർ വീട്ടിൽ വെറുതെ ഇരിക്കുവാണല്ലോ, അപ്പം അവരെയും കൊണ്ടുപോയേക്കാന്ന് വെച്ചു. നമ്മുടെ സെറായിക്കും ചേട്ടനുമാണെങ്കിലും വലിയ ഇഷ്ടമാണ് അവരൊക്കെ കൂടെ വരുന്നത്. പിന്നെ പിള്ളേരെല്ലാം കൂടെ ആകുമ്പം ഒരു എൻജോയ്മെൻ്റ് ആണ്. അതാണ് മെയിനായിട്ടും കുട്ടികളെ കൂടെ കൂട്ടിയത് കേട്ടോ. അപ്പം ഈ ഒരു ടൗൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് നല്ല നല്ല ഓർമ്മകളൊക്കെയുള്ള ടൗണാണ് കേട്ടോ. പഠിക്കുന്ന കാലത്താണെങ്കിലും അല്ലാത്ത സമയത്തൊക്കെ പിന്നെ ഫാമിലി വൈസ് ആണെങ്കിലും ഞങ്ങൾ സിനിമയ്ക്ക് വരുന്നതൊക്കെ ഇവിടെയാണ് കുടുംബപരമായിട്ട്. അപ്പച്ചനും മമ്മിയും ഞങ്ങളെല്ലാവരും കൂടി സിനിമയ്ക്ക് വരുന്ന ഒരു സ്ഥലമാണ് ഇരിട്ടി. പിന്നെ ഫ്രണ്ട്സിനൊപ്പം ഫലൂദ കഴിച്ചതും ചായ കുടിച്ചത് കോളേജൊക്കെ കഴിഞ്ഞ് വരുന്നിട്ട് അതൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ. ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. ഏതായാലും പോകുന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. മിൽമേൻ്റെ ഒരു കട ഉണ്ട് കേട്ടോ. അവിടെ കയറി ചായയും പപ്സും പിന്നെ ചിക്കൻ റോള് വേണ്ടവർക്ക് ചിക്കൻ റോളും ഒക്കെ മേടിച്ച് കൊടുത്ത് ഞങ്ങളെല്ലാവരും അവിടുന്ന് കഴിച്ചു. രാവിലെ ലൈറ്റായിട്ട് കഴിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ എൻ്റെ സ്വഭാവം അറിയാലോ, എവിടെ ഏത് യാത്രയ്ക്ക് പോയാലും ചായ കടയിൽ കയറി ചായയും ചെറുകടിയും കഴിക്കുന്നത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അത് ഷിജോയ്ക്കും അറിയാം. അതുകൊണ്ട് ഷിജോ ചായ വേണമെന്നൊന്നും ചോദിക്കാറില്ല ആരും മുമ്പ്. നല്ലൊരു ചായക്കട കാണുവാണെങ്കിൽ, അതിന് വലിയ ഹോട്ടലൊന്നും അല്ല കേട്ടോ, കുഞ്ഞ് ചായക്കട കാണുവാണെങ്കിൽ അവിടെ നിർത്തും, ചായ കുടിക്കും കേട്ടോ. ചായ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ അറിയത്തില്ല, ഭയങ്കര ഇഷ്ടമാണ്. എത്ര കിട്ടിയാലും കുടിക്കാൻ പാടില്ലെന്നൊക്കെ എല്ലാവരും പറയാം. കുറേ പേര് പറയും ഞാൻ ചായ കുടിക്കരുതേലും ഞാനിപ്പം വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിലും ഒരു രാവിലെ ചായ കുടി ഒരു 10-11 മണിയാകുമ്പോൾ ഒന്നും കൂടി ഇട്ട് കുടിക്കും കേട്ടോ. ഇതാണ് ഞാൻ പഠിച്ച ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത കോളേജ് കേട്ടോ. ഡീപോൾ കോളേജാണിത്. അപ്പം ആ ഒരു കുറേ മെമ്മറീസ് ഈ ഒരു വഴി കൂടെ പോകുമ്പം കുറേ ഓർമ്മകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ കോളേജിൻ്റെ ആ ഒരു മുൻഭാഗത്തോടെ ഞങ്ങളിത് കടന്ന് ഇപ്പോൾ നമ്മൾ പേരാവൂർ ടൗണിലെത്തി കേട്ടോ. പേരാവൂർ ടൗണൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെയൊക്കെ പിന്നെ വീടൊക്കെ ഇവിടുന്ന് അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ. കുറേ ആൾക്കാരുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു അരമണിക്കൂർ കൂടി എടുത്താൽ കൊളക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് എത്തും കേട്ടോ. അപ്പോൾ ഇരുട്ടി കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തോട്ടുള്ള വലിയൊരു ടൗണ് പേരാവൂരാണ്. പിന്നെ തൊണ്ടി, കൊളക്കാട് അങ്ങനെ വരും. ഈ വഴിക്ക് തന്നെയാണ് കേട്ടോ കൊട്ടിയൂരും കേളകവും ഒക്കെ പോകാം. അപ്പം അങ്ങനെ പേരാവൂരൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തൊണ്ടിയിലെത്തി കേട്ടോ. തൊണ്ടിയിലെന്ന് പറഞ്ഞൊരു സ്ഥലപ്പേരാണ് കേട്ടോ. അത് പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മൾ ജിമ്മി ജോർജ് സാറ്, പിന്നെ അഞ്ജു ബോബി ജോർജ്, ഇവരുടെ എല്ലാം വീട് ഇവിടെയാണ് കേട്ടോ. പിന്നെ ജിമ്മി ജോർജ് സാറിനെ കുറിച്ച് പറയുവാണെങ്കിൽ എൻ്റെ അപ്പച്ചനും ജിമ്മി ജോർജ് സാറൊക്കെ ഒരുമിച്ച് ചെറുപ്പത്തിൽ അപ്പച്ചൻ്റെ ഇവരെല്ലാം ഇവിടെ കളിച്ച് വളർന്ന ആൾക്കാരാണ്. അതൊക്കെ അപ്പച്ചനിടയ്ക്ക് ഇങ്ങനെ എൻ്റെ അടുത്ത് പറയും, ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നതാണെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ കൊളക്കാട് അങ്ങോട്ട് തൊണ്ടിയിൽ കൊളക്കാടിലോട്ടുള്ള വഴിയിലോട്ട് കയറി. അപ്പം അവിടുന്ന് കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ മേടിച്ചു. കുറേ വീടുകളിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾ എവിടെയും റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊന്നും കയറാണ്ട് ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച ആ ഒരു സ്ഥലത്ത് മാത്രം പോയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷെ മഴ നേരെ എന്നാ പറയണ്ടേ, നമ്മുടെ പ്ലാനിങ് എല്ലാം മാറ്റിമറിച്ചു. മഴ കാരണം
നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ആദ്യം പോകാൻ പറ്റിയില്ല. അത് മഴയുടെ ഒരു തീരുമാനം എന്നാ പറയണ്ടേ, നമ്മൾ പോകേണ്ടടുത്ത് ഉള്ള ആളുടെ തീരുമാനമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലായിടത്തും പോയിട്ട് വന്നാൽ മതി. വല്ലപ്പോഴും വരുമ്പം എല്ലാവരെയും പോയി കാണണം, അങ്ങനെയൊക്കെയുള്ള എന്നാ പറയണ്ടേ ഒരു തീരുമാനമായിരിക്കാം. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ ഒരു തോന്നലായിരുന്നു കേട്ടോ അന്നേരം. കാരണം ബന്ധക്കാരോടൊക്കെയുള്ള ആ ഒരു ബന്ധം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ആളായിരുന്നു കേട്ടോ. ആരാന്ന് വെച്ചാൽ എൻ്റെ മമ്മി. അപ്പോൾ ഇതേണ്ടേ ഞങ്ങൾ ആദ്യം എൻ്റെ പാപ്പൻ്റെ വീട്ടിൽ പോയി. അവരെ വീട്ടോട്ട് പോകുന്ന ഒരു വഴിയാണ് കേട്ടോ ഇത്. ഇവിടെ എല്ലാവരും അപ്പച്ചൻ്റെ ചാച്ചൻ്റെ അനിയന്മാരുടെ മക്കളും ചേട്ടന്മാരുടെ മക്കൾ, പിന്നെ എൻ്റെ തറവാട്, അവിടുത്തെ പാപ്പന്മാർ എല്ലാവരും ഇവിടെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട് കേട്ടോ. വലിയൊരു കുടുംബം തന്നെയുണ്ട് ഇവിടെ. അപ്പോൾ ഒരിടത്ത് പോവുകയാണെങ്കിൽ എല്ലായിടത്തും പോകേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ. പക്ഷെ അത് എന്നാ പറയണ്ടേ, ഒരുപാട് ആ ഒരു പോക്ക് ഞങ്ങളുടെയൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് എൻജോയ് ചെയ്തതാണ് കേട്ടോ. ഞാൻ അവധിയുടെ സമയത്തൊക്കെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അവധി സമയത്തൊക്കെ ഇങ്ങോട്ട് വരാൻ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അത്രയ്ക്കും മനോഹരമാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിൽ പോകുമ്പോൾ അടുത്ത വീട്ടിൽ പോകുമ്പോൾ അങ്ങനെ മാറി മാറി എല്ലായിടത്തൂടെയും പോയി 10-15 ദിവസം ഇവിടെ ഇങ്ങനെ നിന്ന്, ഏതായാലും അത്രയ്ക്ക് എന്നാ പറയണ്ടേ, മനസ്സുകൊണ്ട് ഒരു ബന്ധമുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അതുമാത്രമല്ല അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എനിക്കും എൻ്റെ വീട്ടുകാർക്കൊക്കെ വേണ്ടപ്പെട്ട ആൾ ഇവിടെയാണ് അന്തി ഉറങ്ങുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ ആ ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പം റിലേറ്റീവ്സിൻ്റെ വീട്ടുകൂടെയൊക്കെ പോയി എല്ലാവരെയും കണ്ടു കേട്ടോ. ആ ഒരു വീഡിയോ ഞാൻ എടുത്തില്ല, മഴയായതുകൊണ്ടാണ്. അപ്പം അവിടെ എല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വേണ്ട മഴ ശാന്തമായി, മഴയില്ല. അപ്പം അന്നേരം എനിക്ക് തോന്നിയതാണ് ഞാൻ മുമ്പേ പറഞ്ഞൊരു കാര്യം, എല്ലായിടത്തും എല്ലാവരെയും പോയി കണ്ടു കഴിഞ്ഞ ശേഷം മാത്രം, അതായത് നമ്മളിപ്പോൾ പോകുന്നിടത്തോട്ട് വന്നാൽ മതി എന്ന് ഉള്ള തീരുമാനം ആ വ്യക്തിയുടേത് എന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പം ഞങ്ങളിതേൻ്റെ നേരെ പോകുന്ന സ്ഥലം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ ഒന്ന് അമർത്തി ബെല്ലൈക്കണും അമർത്തിയേക്കണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ. ഈ ഒരു സ്ഥലത്തിന് പറയുന്ന പേര് രാജമുടി എന്നാണ് കേട്ടോ. മലയാമ്പടി രാജമുടി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം എന്നാ പറയണ്ടേ, അങ്ങനെ ഈ ഒരു വഴിയും ഒരുപാട് നല്ലതും എന്നാ പറയണ്ടേ, വിഷമിപ്പിക്കുന്നതുമായ രീതിയിലുള്ള ഒരു വഴിയാണ് കേട്ടോ. ഇത് ശരിക്കും പള്ളിയിലോട്ട് പോകുന്നൊരു വഴിയാണ്. രാജമുടി പള്ളിയിലോട്ട് ഉണ്ണിമിശിക ദേവാലയമാണ്, ഉണ്ണീശോയുടെ ഒരു ദേവാലയമാണ്. ഭയങ്കര ഭംഗിയാണ് പള്ളിയുടെ മുറ്റത്തിൻ്റെ ആ ഒരു ഭാഗമൊക്കെ കാണാനായിട്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഡിസംബർ മാസത്തിൽ പിന്നെ 10 ദിവസത്തെ വലിയ പെരുന്നാളൊക്കെ ഇവിടെയുണ്ട്. അപ്പം ഇതാണ് പള്ളിയിലോട്ട് കയറുന്ന എൻട്രൻസ് കേട്ടോ. ചെല്ലുമ്പോഴേ മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ ഉണ്ട്. അപ്പം ഞങ്ങൾ പള്ളിമുറ്റത്തോട്ട് കയറി കേട്ടോ. അച്ഛനിവിടെ ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ വണ്ടി ഒരു സൈഡിൽ പാർക്ക് ചെയ്തു. ചെറുതായിട്ടൊരു ചാറ്റൽ മഴ ഇല്ലായിരുന്നു കേട്ടോ. നല്ലൊരു കാലാവസ്ഥയായിരുന്നു. മഴ പെയ്യാനായിട്ട് ഇങ്ങനെ മൂടിക്കെട്ട് നിൽക്കുമായിരുന്നു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇടവക, അതായത് എൻ്റെ റിലേറ്റീവ്സിൻ്റെയൊക്കെ ഇടവക ദേവാലയം. ഒത്തിരി ഭംഗിയാണ് കേട്ടോ. ഇങ്ങനത്തെ ഈ മഞ്ഞ കോളാമ്പിയൊക്കെ നിറച്ചും പള്ളിയുടെ മുറ്റത്ത് ഇങ്ങനെ പൂത്ത് നിൽക്കുക. എപ്പോൾ ചെന്നാലും അതിൽ പൂവുണ്ടാകും കേട്ടോ. ഒരു വാട്ടവും ഇല്ലാണ്ട് ഇങ്ങനെ അടിപൊളി നല്ല ഫ്രഷായിട്ട് നിൽക്കുന്ന ഒത്തിരി നല്ല വ്യൂ ആണ്. അപ്പോൾ അങ്ങനെ പള്ളിമുറ്റത്ത് നല്ല മാവും അതിലൊരുപാട് മാങ്ങയൊക്കെ ഉണ്ട്. ഒരെണ്ണം ചേടൻ പറിച്ച് വെച്ചിട്ട് നേരെ ഞങ്ങൾ സെമിത്തേരിയിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടെ ഒരുപാട് എൻ്റെ അപ്പച്ചൻ്റെ ചാച്ചൻ, അമ്മച്ചി, അപ്പച്ചൻ്റെ അനിയൻ, പിന്നെ എൻ്റെ മമ്മി, വലിയ ചാച്ചൻ്റെ അനിയൻ്റെ ഭാര്യ, ഒരുപാട് ബന്ധക്കാർ, റിലേറ്റീവ്സ്, കുടുംബക്കാർ ഈ ഒരു സെമിത്തേരിയിൽ അന്തി ഉറങ്ങുന്നുണ്ട് കേട്ടോ. വരുമ്പം എല്ലാവരെയും ഒരുമിച്ച് കണ്ട് പ്രാർത്ഥിക്കാനുള്ളൊരവസരം ഉണ്ട്. പിന്നെ മമ്മീനെ ഇവിടെയാണ് അടക്കിയത്. ഞങ്ങൾ താമസിക്കുന്നത് അറിയാമല്ലോ, ഇരിട്ടി ഭാഗത്തോട്ട്. മമ്മീനെ ഇവിടെ അടക്കാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, മമ്മി മരിക്കുന്നതിന് മുന്നേ ചുമ്മാ നമ്മളൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പം പറയുമല്ലോ, ആ ഒരു ആഗ്രഹം പറഞ്ഞായിരുന്നു എന്നെ മരിക്കുമ്പോൾ ഇവിടെ അടയ്ക്കാൻ മതി എന്നൊരു ആഗ്രഹം പറഞ്ഞതിൻ്റെ പേരിലാണ് മമ്മി ഇവിടെ കൊണ്ട് അടക്കിയത് കേട്ടോ.
അപ്പം എല്ലാ വർഷവും നാട്ടിൽ അവധിക്ക് വരുമ്പോൾ ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. മമ്മിയുടെ ആണ്ടിൻ്റെ ആ സമയത്ത് നമുക്ക് അവധി ഉണ്ടാകത്തില്ല. ഫെബ്രുവരി 25 ആ ഒരു സമയം നമ്മളിവിടെ ഗുൽബർഗയിൽ തന്നെ ആയതുകൊണ്ട് ആ ഒരു സമയത്ത് പോകാൻ പറ്റത്തില്ല സെമിത്തേരിയിൽ മമ്മിയുടെ കല്ലറയുടെ അടുത്ത്. പിന്നെ മമ്മിയുടെ ഓർമ്മദിനത്തിൽ നിന്ന് ഞങ്ങൾ ഇവിടെ പള്ളിയിൽ പോയി കുർബാന ചെല്ലിക്കുകയും ചെയ്യാറുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെയൊരു സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇന്നത്തെ ലോകത്ത് മനുഷ്യന്മാർ സമ്പാദിച്ചു കൂട്ടാൻ വേണ്ടി ഇങ്ങനെ നെട്ടോട്ട് ഓടുകയാണ് കേട്ടോ. അത് നല്ല വഴിക്കാണെന്നോ അത് മോശപ്പെട്ട വഴിക്കാണെന്നോ ഒന്നും ആരും ചിന്തിക്കാണ്ട് എത്രമാത്രം സമ്പാദിച്ചു കൂട്ടാവോ അത്രമാത്രം സമ്പാദിച്ചു കൂട്ടി ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ല, സ്നേഹത്തിന് വിലയില്ലാണ്ട് ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയുള്ളവരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. എത്രയൊക്കെ സമ്പാദിച്ചു കൂട്ടിയാലും നമ്മൾക്ക് സ്വന്തമെന്ന് പറയുന്നത് ഈ ഒരു 6 അടി മണ്ണാണെന്നും നമ്മൾ ഇവിടെയാണ് വന്ന് കിടക്കേണ്ടതെന്നും നമ്മൾ സമ്പാദിച്ചൊന്നും നമ്മുടെ കൂടെ വരത്തില്ല എന്നുള്ളൊരു ചിന്ത എപ്പോഴെങ്കിലും ഇടയ്ക്കെങ്കിലും നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ പരസ്പരമുള്ള ആ ഒരു വഴക്കും ആ ഒരു സ്നേഹബന്ധവും നിലനിർത്താനും ആ വഴക്കൊഴിവാക്കാനൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ. അർഹതപ്പെട്ടതാണെങ്കിൽ നമ്മൾ ചോദിക്കുക, തരുവാണെങ്കിൽ കൈനീട്ടി സ്വീകരിക്കുക, തന്നില്ലെങ്കിൽ വേണ്ട, ദൈവം നമുക്ക് തരുന്ന സമയത്ത് തരും എന്നുള്ള ചിന്തയോടെ ജീവിക്കുക. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് മുമ്പിൽ നമുക്കൊരു വലിയ സ്ഥാനം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. അപ്പം മനുഷ്യന്മാർക്ക് ചെയ്യാനും ചിന്തിക്കാനും പറ്റാത്തൊരു കാര്യമാണത്. ഞാനാണ് വലുത്, എന്നെക്കാളും വലിയ ആൾക്കാരില്ല, എന്നെക്കാളും വലിയ കഴിവുള്ള ആൾക്കാരില്ല, അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ച് ജീവിക്കുന്ന, മറ്റുള്ളവർ ഉയരുന്നത് കാണുന്നത് ഇഷ്ടപ്പെടുന്നില്ല, മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള വ്യക്തികളാണ് ഇന്ന് ഈ ലോകത്ത് കൂടുതലുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു സ്വഭാവമൊക്കെ മാറ്റി നല്ല രീതിയിൽ മാത്രം ചിന്തിച്ച് മുന്നോട്ട് ജീവിക്കുവാണെങ്കിൽ അതാണ് നമുക്ക് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന, മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ സഹായിച്ച് ജീവിക്കുവാണെങ്കിൽ അതാണ് കേട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യം ഈ ജീവിതത്തിൽ. പിന്നെ മമ്മിക്ക് പിള്ളേരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മമ്മി ആകെ ജീവിച്ചിരിക്കുമ്പം കണ്ടത് എൻ്റെ ചേച്ചിയുടെ മൂത്ത മോനെയാണ്, ബാക്കി പിള്ളേരെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങളിവിടെ വരുമ്പം എല്ലാ കുഞ്ഞുങ്ങളെയും, അതായത് ചേട്ടായിയുടെ മക്കളെയും ചേച്ചിയുടെ പിള്ളേരെ കൂട്ടാൻ പറ്റിയില്ല, പിന്നെ എല്ലാവരും കൊണ്ടുവരും കേട്ടോ. അപ്പം ഈ ഒരു സെമിത്തേരിയിൽ എപ്പോഴും കാഴ്ച നിൽക്കുന്ന ഒരു പേരയുണ്ട്. പിന്നെ വണ്ടി ഇറങ്ങിയപ്പം ജേഡൻ പറിച്ച ആ ഒരു മാങ്ങായും ജേഡൻ മമ്മിക്ക് കൊടുക്കുന്ന ഒരു രംഗമാണ് കേട്ടോ ഇത്. കുഞ്ഞിനറിയത്തില്ല മരിക്കുന്നത് എന്നാണോ, അവൻ വിചാരിക്കുന്ന മമ്മി കിടന്ന് ഉറങ്ങുകയാണ്, മമ്മ കുറച്ച് കഴിയുമ്പോൾ എണീക്കുമ്പോൾ അത് എടുത്തോളും എന്നുള്ളൊരു ചിന്തയോടെയുണ്ട് ആ കുഞ്ഞത് കൊടുത്തത് മമ്മിക്ക്. മമ്മിയുടെ ആത്മാവ് ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടാകും. ഞങ്ങൾക്കത് കണ്ടപ്പം മനസ്സിന് ഒരുപാട് സന്തോഷമായിട്ട് എൻ്റെ മനസ്സും ഒരുപാട് സന്തോഷിച്ചു. പിന്നെ ഞാൻ ഒരുപാട് മമ്മിയുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. വീണ്ടും എന്നും പറഞ്ഞ് ഞങ്ങൾ ബൈ പറഞ്ഞിറങ്ങി കേട്ടോ. ഞാൻ വർഷത്തിലൊന്ന് എന്തായാലും ഇവിടെ വന്ന് മമ്മിയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്, വിശേഷമൊക്കെ പറയാറുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇവിടുന്ന് ഉണ്ണീശ്വരം എടുത്ത് കയറി ഒന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമേ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പരമാവധി എളിമപ്പെട്ടും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ച് പ്രാർത്ഥനയിലൂടെ നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം. അപ്പം ദൈവമാണ് എല്ലാത്തിനും വലുതെന്ന ചിന്തയോടെ, ദൈവത്തിന് മുമ്പിൽ നമ്മളൊന്നുമല്ല എന്ന ചിന്തയോടെ നമുക്ക് ജീവിക്കാം. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.